السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഗ്രഹണ നമസ്കാരത്തെ സംബന്ധിച്ചാണ് ചോദിക്കപ്പെട്ടിട്ടുള്ളത്. ഗ്രഹണ നിസ്കാരത്തിൻ്റെ രൂപവും ജമാഅത്തായിട്ട് നിസ്കരിക്കുന്നത് പോലെ വീട്ടിൽ വെച്ച് ഒറ്റക്കും നമസ്കരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഗ്രഹണ നമസ്കാരം നമുക്കറിയുന്നത് പോലെ സുന്നത്തുൻ മുഅക്കദായി പഠിപ്പിക്കപ്പെട്ടൊരു നിസ്കാരമാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലും അതേപോലെ തന്നെ അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഫഇദാ റഅയ്തുമൂഹുമാ ഫഖൂമൂ ഫസല്ലു. സൂര്യഗ്രഹണം അതേപോലെ തന്നെ ചന്ദ്രഗ്രഹണം നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ നമസ്കരിക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. ഈ ഹദീത്ത് വെച്ചിട്ട് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് മുസ്ലിമിൻ്റെ അദ്ദേഹത്തിൻ്റെ ഷർഹിൽ അദ്ദേഹം പറയുന്നുണ്ട്, അജ്മാൽ ഉലമാ അലാ അന്നഹ സുന്ന. ഉലമാക്കൾ പണ്ഡിതന്മാർ ഇജ്മാ ആയിട്ടുണ്ട് സ്വലാത്തുൽ ഖുസൂഫി അബുൽ ഖുസൂഫ് ഗ്രഹണ നമസ്കാരം സുന്നത്താണ് എന്നതിൽ. അതേപോലെ തന്നെ ഗ്രഹണ നമസ്കാരത്തിന് ബാങ്കും ഇഖാമത്തും പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീത്തിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഗ്രഹണ നമസ്കാരത്തിന് നൂദിയ ഇന്ന സ്വലാത്ത ജാമിഅ, ബാങ്കും ഇഖാമത്തും ഇല്ലാതെ അസ്സലാത്തു ജാമിഅ എന്നാണ് റസൂലിൻ്റെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്. ബാങ്കും ഇഖാമത്തും ഈ നിസ്കാരത്തിന് സുന്നത്താക്കപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ടാണ് ഗ്രഹണ നമസ്കാരം നടത്തിയത്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നും ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിക്കുന്ന ഹദീത്തിൽ നമുക്ക് കാണാൻ കഴിയും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗ്രഹണ സമയത്ത് സഹാബത്തിന് പള്ളിയിലേക്ക് വരാൻ കൽപ്പിക്കുകയും പള്ളിയിൽ നിന്ന് സഹാബത്തിന് ഇമാമത്തായിട്ട് റസൂൽ ജമാഅത്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായിട്ട് കാണാൻ കഴിയും. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുഗ്നി എന്ന ഗ്രന്ഥത്തിൽ ഗ്രഹണ നമസ്കാരം ഒറ്റക്ക് നമസ്കരിച്ചാൽ അത് ജായിസാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട്. വയജൂസു അൻ തുസല്ല ഫുറാദ ലാക്കിൻ ഫിഅലുഹാ ഫിൽ ജമാഅത്തി അഫ്ളൽ. ഗ്രഹണ നമസ്കാരം ഒറ്റക്ക് നമസ്കരിക്കൽ ജായിസാണ്, അനുവദനീയമാണ്. പക്ഷെ അത് ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ് അഫ്ളലായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതെന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ശേഷം വരുന്ന മുത്തഖദ്ദിമീങ്ങളായ മുത്തഅഖിരീങ്ങളായ അധിക പണ്ഡിതന്മാരും വീട്ടിൽ വെച്ച് ഒറ്റക്ക് നമസ്കരിച്ചാൽ അത് ജായിസാണ് എന്ന അഭിപ്രായക്കാരാണ്. അതുപോലെ തന്നെ നിസ്കാരത്തിൻ്റെ രൂപം 2 റക്അത്ത് നമസ്കാരമാണ് സുന്നത്താക്കിയിട്ടുള്ളത്. സാധാരണ നിസ്കരിക്കുന്നത് പോലെ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ട് തുടങ്ങി ദുആഉൽ ഇസ്തിഫ്താഹ് ചെയ്യുക, അതിനുശേഷം സൂറത്തുൽ ഫാത്തിഹ, അതിനുശേഷം ദീർഘമായിട്ട് സൂറത്ത് പാരായണം ചെയ്യുക. ഖുർആനിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീത്തിൽ കാണുന്നത് അല്ലാഹുവിൻ്റെ റസൂല് ബിനഹ്വിൽ ബഖറ, സൂറത്തുൽ ബഖറയോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തിട്ടുണ്ട്. സൂറത്ത് ദീർഘമായിട്ട് സൂറത്ത് പാരായണം ചെയ്യുക. അതിനുശേഷം റുക്കൂഉം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായിട്ട് നിന്നിട്ടുണ്ട്. ശേഷം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞിട്ട് ഖിയാമിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ഫാത്തിഹ ഓതുക. ആ ഫാത്തിഹയ്ക്ക് ശേഷം വീണ്ടും സൂറത്ത് ദീർഘമായിട്ട് സൂറത്ത് പാരായണം ചെയ്യുക. അതിനുശേഷം റുക്കൂഉ, പിന്നെ റുക്കൂഇൽ നിന്നും ഇഅ്തിദാലിലേക്ക് വരിക, ഇഅ്തിദാലിൽ നിന്ന് പിന്നെ സുജൂദിലേക്ക്. സാധാരണ സുജൂദും ആ ഇഅ്തിദാലും ദീർഘിപ്പിക്കണം, പിന്നെ 2 സുജൂദ്, ആ സുജൂദും ദീർഘിപ്പിക്കണം, ആ 2 സുജൂദിനുള്ള ഇടയിലുള്ള ഇരുത്തവും അതും ദീർഘിപ്പിക്കണം. അതിനുശേഷം 2ാമത്തെ റക്അത്തിലേക്ക്. 1ാമത്തെ റക്അത്ത് ഏത് രീതിയിൽ 2 ഫാത്തിഹ 2 സൂറത്ത് 2 റുക്കൂഉ, ഇതേ രീതിയിൽ 2ാമത്തെ റക്അത്തും പൂർത്തിയാക്കുക. ഇതാണ് നിസ്കാരത്തിൻ്റെ രൂപം. അതുപോലെ തന്നെ ഖുർആൻ സൂറത്ത് ഫാത്തിഹ അതുപോലെ തന്നെ സൂറത്ത് പാരായണം ചെയ്യുന്നത് ഒച്ചത്തിലായിരിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിലായിരുന്നു ഗ്രഹണ നമസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്തിരുന്നത്. ഉച്ചത്തിൽ പാരായണം ചെയ്ത സുന്നത്ത്. അതേപോലെ തന്നെ
ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് ജമാഅത്തായിട്ട് നമസ്കരിക്കുമ്പോൾ നിസ്കാരത്തിന് ശേഷം ഖുതുബ സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറി ഇരുന്ന് സഹാബത്തിന് അള്ളാഹുവിൻ്റെ ശിക്ഷയെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പുകളും താക്കീതുകളും നൽകിയിട്ടുണ്ട്. ഇതാണ് ഗ്രഹണ നമസ്കാരത്തിൻ്റെ രൂപം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായിട്ട് ദീൻ ഉൾക്കൊള്ളാനും പഠിക്കാനും മനസ്സിലാക്കാനും എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.